ഇന്ന് ഇന്റർനാഷണൽ വുമൻസ് ഡേ. ഒരു ചെറിയൊരു മെസ്സേജ് പറയാം. എനിക്ക് ഇന്ന് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്. പഠിക്കുക, 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 പഠിക്കുക. ഒരിക്കലും ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കാണരുത്. അതൊക്കെ ചെയ്യണ്ട എന്നല്ല പറയുന്നത്, അതൊക്കെ ഒരു കടമയാണ്. ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ, ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ട. പക്ഷേ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും അതാകരുത്. നമ്മുടെ പ്രയോറിറ്റി എന്തായിരിക്കണം? നമ്മൾ പഠിക്കുക, നമ്മുടെ കയ്യിൽ ഒരു ജോലി ഉണ്ടാവുക. അത് നിർബന്ധമാണ്. ഒരാളുടെ മുന്നിൽ നമുക്ക് കൈനീട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ വരരുത്. ഇപ്പൊ നമ്മുടെ കയ്യിലൊരു വിദ്യാഭ്യാസം ഉണ്ട് അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരവസ്ഥയിലും നമ്മൾ അത്രമേൽ കഷ്ടപ്പെടുന്ന ഏതൊരവസ്ഥയിലും അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് പോലും നമ്മുടെ കൂടെ ഇല്ലാത്തൊരു സമയത്ത് പോലും നമുക്ക് ധൈര്യപൂർവ്വം ഇറങ്ങി വന്ന് ഒറ്റക്കാലിൽ നമുക്ക് എവിടെ വേണേലും ജീവിക്കാം. ആ ഒരൊറ്റ ധൈര്യം മതി നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാണ്. ഇന്ന് ഞാനിവിടെ ഇരുന്ന് ഇത്രയും തലയുയർത്തി നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു സത്യമാണ്. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ പോലും ഞാൻ ധൈര്യത്തോടെ ഇറങ്ങി വന്നത് എന്റെ കയ്യിൽ ഒരു വിദ്യാഭ്യാസം കൊണ്ട് ഒരു ജോലിയുണ്ട് എന്നുള്ള ഒറ്റ ധൈര്യത്തിന് പുറത്താണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് തലയുയർത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ആത്മാഭിമാനത്തോടെ പറയുന്നത് എന്റെ കയ്യിൽ എനിക്ക് എന്റെ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ച എന്റെ കയ്യിൽ തന്നൊരു ജോലി. ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ പല കാരണങ്ങൾ കൊണ്ട്, അത് ചിലപ്പം പൈസയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും അല്ലാതെയും പഠിപ്പ് നിർത്തുന്നുണ്ട്, പകുതിക്ക് വെച്ച് നിർത്തുന്നുണ്ട്, ഒളിച്ചോടി പോകുന്നുണ്ട്. ചെറിയ വയസ്സിൽ തന്നെ ചില വീട്ടുകാരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇത്ര വയസ്സ് കഴിഞ്ഞതിന് ശേഷം അത് പഠിപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കെട്ടിച്ചയക്കുക, കുട്ടികൾ ഉണ്ടാക്കുക. അത് മാത്രം. ഒരിക്കലും അങ്ങനെ ആകരുത്. ജോലി നേടുക, ഒറ്റക്കാലിൽ നിൽക്കുക, അതിനുശേഷം ഒരു കല്യാണം കഴിക്കുക. ഇന്നത്തെ കാലത്ത് എന്തായാലും ഒരു ഹസ്ബൻഡിന്റെ ഒരു പൈസ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം എന്തായാലും വൈഫിനും കൂടി ജോലി ഉണ്ടെങ്കിൽ അവിടെ വേറെ പ്രശ്നങ്ങളും വരുന്നില്ല. ഈക്വലായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ചുമ്മാ കൈ നീട്ടി നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൈ നീട്ടുന്ന ഒരു അവസ്ഥ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ആകരുത്. സ്വന്തം ഇന്നർ വാങ്ങാൻ പോലും കൈ നീട്ടി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന എത്രയോ സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും ഒരിക്കലും ഒരു അഭിമാനമല്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് പഠിക്കുക. വലിയ വലിയ പഠിപ്പുകൾ പഠിക്കണമെന്നൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി എത്രത്തോളം ഉന്നതമായിട്ട് പഠിക്കാൻ പറ്റുമോ, നമ്മുടെ കയ്യിൽ ഏത് സ്കോപ്പുള്ള ഒരു ജോലി വാങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടോ, നമുക്ക് ഏതൊരു സിറ്റുവേഷനും ഏത് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയാണ്, പഠിക്കുക, കയ്യിലൊരു ജോലി വാങ്ങുക, ഒറ്റക്കാലിൽ നിൽക്കുക, സമയമാകുമ്പോൾ മാത്രം കല്യാണം കഴിക്കുക, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക. അതിന് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കാണരുത്, സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് മാത്രം കാണുക. ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ജോലി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇന്റർനാഷണൽ വുമൻസ് ഡേ.